പിന്നെ ഒരു എല്ലാ കാര്യം സ്ഥലത്തും വ്യക്തമായല്ലോ, എല്ലാ ശബരിമലയിൽ പ്രൊസീജിയേഴ്സും നിന്ന് ഉണ്ട്. സ്വർണം ഒരു അപ്രൈസർ പോയിട്ടുണ്ട്. ഉണ്ടാവും. ആണല്ലോ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇനി ആര് സ്വർണം കട്ടു എന്നേ ഉള്ളൂ. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെയും സർക്കാരിനെയും ഒക്കെ രക്ഷിക്കാൻ ശ്രമം നടത്തും. അതുതന്നെയാണ് ഉണ്ടായതും. പക്ഷേ ഈ സ്വർണം പോയിട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമായിട്ട് ഒതുക്കുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി അവിടെ തിരികെ അത്രയും സ്വർണ്ണമല്ലാതെ അതിൽ കുറച്ച് സ്വർണ്ണമുള്ള ഒരു പാളി കൊണ്ടുവച്ചു എന്ന് പറയുമ്പോഴും എന്തിനു കൊടുത്തു വിട്ടു എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചെമ്പ് പാളികളാണ് എന്നുള്ള ഉത്തരവ് സാങ്കേതികമായി ചില തെറ്റ് സംഭവിച്ചാണ് എന്നൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റുകയില്ല അന്നത്തെ ഭരണസമിതിക്ക്, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിവിധ ചാനലുകളിൽ നടന്ന ചർച്ചകളിൽ ഇതേ നിലപാട് തന്നെ ഞാൻ സ്വീകരിച്ചു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ബി എൻ വാസവൻ എന്ന മാധ്യമങ്ങളോട് നടത്തിയ സുദീർഘമായ സംഭാഷണത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, 2019 ഈ ദുരൂഹ വ്യക്തിയുടെ കയ്യിൽ ഒരു ഇതുമില്ലാതെ കൊണ്ട് ഇത് കൊടുത്തുവിട്ടത് തെറ്റായെന്നും അവർക്ക് വീഴ്ച പറ്റിയെന്നും ആ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയെന്നുള്ള അദ്ദേഹം വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം അന്ന് മന്ത്രിയല്ല, അദ്ദേഹം 2021 കേരളത്തിലെ ക്യാബിനറ്റിൽ മിനിസ്റ്റർ ആകുന്നത് പോലും ആ തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. അപ്പൊ അതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നത്? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നടപടികളാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നിങ്ങളിപ്പോ നിരീക്ഷിച്ച പോലെ തന്നെ അവിടുന്ന് സ്വർണ്ണം ഇട്ടിട്ടില്ല എന്ന് ആരെങ്കിലും വാദിച്ചിട്ടുണ്ടെങ്കിൽ അവര് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടുകൂടിയോ വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും. ഇപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ദാരുശില്പങ്ങളിൽ പൊതിയാൻ 1998 വിജയവെറ്റ് നൽകിയതിൽ അത് സ്വർണ്ണമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് ഇനി ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. പക്ഷെ ആരാണ് ഇത് കട്ടോണ്ട് പോയിരിക്കുന്നത്? അത് എന്നാണ് കട്ടോണ്ട് പോയിരിക്കുന്നത്? ആരാണ് അതിന് കൂട്ടുനിന്നത്? എന്തിനാണ് പത്മകുമാർ അത് ചെമ്പ് പാളികളാണെന്നുള്ളവരും ഈ 2019 തന്നെ വിവാദപരമായിട്ടുള്ള ഉത്തരവ് പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇത് കൊണ്ടുപോകുന്നത്. കൂടാതെ ഈ പത്മകുമാർ 2019 ജൂലൈ മാസത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് മാർച്ച് മാസത്തിൽ ഇയാളത് ഇളക്കി എടുക്കുന്നതിന് മുമ്പിൽ ഒരു വലിയ ഭക്തരെ പോലെ നിൽക്കുന്ന പടങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അന്നത്തെ ചിത്രങ്ങളിലും അത് സ്വർണ്ണമല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചിത്രങ്ങളുടെ ക്ലാരിറ്റി ഒന്നും നമുക്ക് നിർവഹിക്കാൻ സയന്റിഫിക് ആയിട്ടുള്ള അറിവൊന്നും നമുക്കൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് തന്നെ വിശ്വസിച്ച് സർക്കാർ ഏൽപ്പിച്ച ദേവസ്വം ബോർഡിന്റെ പദവി ദുരുപയോഗം ചെയ്യുന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. അങ്ങനെ ചെയ്തു എങ്കിൽ അയാളെ കഠിനമായി ശിക്ഷയ്ക്ക് തന്നെ വിധേയമാക്കണം. പക്ഷെ അത് പ്രിജുഡീസ് ആയിട്ട് അത് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല, വിധിക്കാൻ നമുക്ക് ആവശ്യമില്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സേനയെ തന്നെ അതിന്റെ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു. അവരത് കണ്ടുപിടിക്കും. ഗവൺമെന്റ് അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി സ്വാഗതം ചെയ്തിട്ടുണ്ട്. നെല്ലും അതിന് തിരിച്ചറിയും. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ലോകത്തിന് മുമ്പിൽ അഭിമാനമായ ശബരിമലയുടെ പരിപാവനമായ ആ വിശ്വാസത്തെയും അവിടുത്തെ സമ്പത്തിനെയും ദുരുപയോഗം ചെയ്തവര് ആരായാലും കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തിനും ജാതിമതങ്ങൾക്കും അതീതമായിട്ട് അത് പൊറുക്കില്ല. അത്തരക്കാരെ ജയിലിലേക്ക് അടയ്ക്കുന്നതിനുള്ള വാതിലുകൾ തുറക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഗവൺമെന്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പോലീസിന്റെ വലിയൊരു സംഘത്തെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, നല്ല ഇന്നലകളുടെ ചരിത്രമുള്ള ADGP അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പോറ്റിയിൽ മാത്രം ചാരിക്കൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. കള്ളൻ പോറ്റി അവിടെ എങ്ങനെ വന്നു 2004 ശേഷം ഇത്രയും വർഷക്കാലം ശബരിമല ഒരു അധിപനെ പോലെ എങ്ങനെ വാണു? ഇതിനൊക്കെയുള്ള മറുപടി നമുക്ക് കിട്ടണം. അതിനോട് നിരവധി ഭരണസമിതികൾ വന്നും പോയിരുന്നു. ഇവരെ എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവരൊക്കെ തെറ്റിയതെന്ന് ഞാൻ പറയത്തില്ല, ഈ പത്മകുമാർ തെറ്റിയെന്ന് ഞാൻ പറയാനാണല്ലോ. പക്ഷേ അവരെ എല്ലാം സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ ചോദ്യം ചെയ്ത് ദൈവത്തിന്റെ മുമ്പിൽ ക്ലാരിറ്റി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ശരി.